ഇവിടെയുള്ള അധിക ആളുകളും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്. ആദ്യമായിട്ട് വൈകുന്നേരങ്ങളിലുള്ള തലകുളിയാണ്. വൈകുന്നേരങ്ങളിൽ തല കുളിക്കുന്നത് വഴി തലയ്ക്ക് കൂടുതൽ തണുപ്പുണ്ടാകുകയും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുളിക്കുമ്പോൾ രാവിലെ മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിൽ കുളിക്കുമ്പോൾ തല കുളിക്കാതെ മേല് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി എന്തുകൊണ്ടാണോ ഉണ്ടാവുന്നത് അറിയാതെ വീണ്ടും അതുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുക. ഉദാഹരണമായിട്ട് പൊടിയാണോ അല്ലെങ്കിൽ പൂമ്പൊടിയാണോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടാണോ അലർജി എന്ന് അറിയാതെ വീണ്ടും അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിലൂടെ നിങ്ങളുടെ അലർജി കൂടാനാണ് സാധ്യത. അധിക ആളുകളും മൂക്കടപ്പിനൊക്കെ വേണ്ടിയിട്ട് നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ തവണ ഈ നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ പറഞ്ഞ അളവിൽ മാത്രം മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വീടും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളും നല്ല വൃത്തിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നല്ല എയറേഷൻ, നല്ല വായു സഞ്ചാരം ഈ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. ഭക്ഷണത്തിലുള്ള ശ്രദ്ധക്കുറവാണ്. ഫുഡ് അലർജി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഏത് ഭക്ഷണമാണെങ്കിലും അത് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് കെയർ ചെയ്യണം നല്ലതാണ്. പ്രത്യേകിച്ച് കടല അതുപോലെ തന്നെ പാല് ഒക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് സ്വയം രോഗം നിർണ്ണയം ചെയ്യാതിരിക്കുക. അതായത് ഇത് തണുപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ ചൂട് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അലർജി ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക്. പ്രോപ്പർ ആയിട്ട് ഉറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുക, വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് നല്ല രീതിയിൽ എടുക്കാതിരിക്കുക. ഇതുവഴിയൊക്കെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നതാണ്. പുകവലിക്കുന്നവരോടൊപ്പം ഒക്കെ കൂടുതൽ സമ്പർക്കമുള്ള ആളുകൾക്കും ഈ ഒരു അലർജി ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നു. അപ്പം ഇത്തരം മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക. അതുവഴി തന്നെ അലർജി നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.